പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയും ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് PS പ്രശാന്ത് എന്താണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ തുടക്കകാലത്ത് ഇയാൾ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ. അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് പറഞ്ഞത് തന്റെ ബോർഡിനോ തനിക്കോ ഈ സ്വർണ്ണ കവർച്ചയുമായി യാതൊരു ബന്ധവുമില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. ആ പ്രതികരണം കാണാം. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ല. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പെണ്ണായാലും സ്വർണമായാലും കട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന പ്രതികരണം PS പ്രശാന്ത്. കഴിഞ്ഞ വർഷം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക വാർത്തകൾ ജനം TV ബ്രേക്ക് ചെയ്യുന്ന വേളയിൽ ഈ വലിയ ക്രമക്കേടുമായി തട്ടിപ്പുമായി തനിക്കോ തന്റെ ബോർഡിനോ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതേ PS പ്രശാന്തിനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് കാലത്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതാ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബിനീഷിലേക്കും ശ്യാമപ്രസാദിലേക്കും മനോജിലേക്കും രാജീവിലേക്കും ഒരിക്കൽ കൂടി പോകുന്നു. ബിനീഷ്, അല്പസമയം മുൻപ് നമ്മൾ പ്ലേ ചെയ്തത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ തുടക്കകാലത്ത് PS പ്രശാന്ത് നടത്തിയ പ്രതികരണമാണ്. ബിനീഷ് കേട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും PS പ്രശാന്തിന്റെ ഈ ഒരു ബൈറ്റ് തന്നെ അത് നേരിട്ട് ഞാനാണ് എടുക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും PS പ്രശാന്ത് നമ്മളോട് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു നീക്കവും പ്രത്യേകിച്ച് താൻ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു PS പ്രശാന്ത് നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഉപ്പ് തിന്ന PS പ്രശാന്ത് തന്നെ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം PS പ്രശാന്ത് തന്നെ മുൻകൂട്ടി തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യം അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷം ജനം ടിവിയോട് നടത്തിയ പ്രതികരണമാണ് ഏറ്റവും നിർണായകമെന്നായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം PS പ്രശാന്ത് തന്നെ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുന്നു, പ്രത്യേകിച്ച് ജനം ടിവിക്ക് മുന്നിൽ പറയുകയാണ്, തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. കാരണം താൻ ഇവിടെയുള്ള ഒളിവിൽ പോകുന്ന പ്രതിയല്ല, തന്നെ നേരത്തെ മുൻകൂട്ടി തന്നെ ഒരുപക്ഷെ അറിയിക്കാമായിരുന്നു. തന്റെ വീട്ടിലെത്തി ഇത്തരത്തിലുള്ള ഒരു പിടികൂടുന്ന നടപടി അത് ശരിയായില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം PS പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോഴും PS പ്രശാന്ത് പറയുന്നത് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ എത്തിയതാണ് എന്ന് ജനം ടിവിയോട് പറയുന്നു. അറസ്റ്റ് എന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ PS പ്രശാന്തിന് നേരത്തെ അറിയാമായിരുന്നു. കാരണം മറ്റൊന്നും കണ്ടല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ, ആ ഇടപാടുകളുടെ കൃത്യമായ തെളിവുകൾ SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനം ടിവിക്ക് മുന്നിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം PS പ്രശാന്ത് കസ്റ്റഡിയിലായതിനു ശേഷം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിർണായകമായ ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നേരത്തെ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഉള്ള PS പ്രശാന്തിന്റെ പ്രതികരണമായിരുന്നു നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് സംപ്രേഷണം ചെയ്തത്. ആ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് PS പ്രശാന്ത് കരുതിയിരുന്നത് തന്നിലേക്കുള്ള അന്വേഷണം യാതൊരു കാരണവശാലും എത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ആ ഉറച്ച വിശ്വാസത്തിലുള്ള പ്രതികരണമായിരുന്നു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം. ആ പ്രതികരണത്തിന് ഇപ്പോൾ PS പ്രശാന്തും ആ പ്രതികരണം പരിശോധിക്കുമ്പോൾ PS പ്രശാന്തും വെള്ളം കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അഴിക്കുള്ളിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യാതൊരു വിധമായ നേരത്തെ PS പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പോലും പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകാതെ നേരിട്ട് കോടതിയിലേക്ക് എത്തിക്കുന്നു, കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം കോടതിയെ ധരിപ്പിക്കുന്നു. തുടർന്ന് റിമാൻഡിലേക്ക് എത്തിക്കാനുള്ള നടപടി അടക്കം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ കൃത്യമായ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തന്നെയാണ് PS പ്രശാന്തിനെതിരെ. ബിനീഷ്, എന്തായാലും ശക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വലിയ വഴിത്തിരിവായി പ്രശാന്തിന്റെ അറസ്റ്റ്, PS പ്രശാന്തിന്റെ അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്യാമപ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്യാം, ഇപ്പോൾ ഈ പ്രശാന്തിനെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. MC റോഡിലൂടെ ഈ കാർ മുന്നോട്ട് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? കൊല്ലം വിജിലൻസ് കോടതി എന്നത് തന്നെയാണോ ലക്ഷ്യം? ഇപ്പോൾ അത് ഉറപ്പിക്കാൻ കഴിയുമോ ശ്യാം? കൊല്ലം വിജിലൻസ് കോടതി ലക്ഷ്യമാക്കി തന്നെയാണ് ഈ വാഹനം, അന്വേഷണ സംഘത്തിന്റെ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും
നിലവിൽ ഈ വാഹനവുമായി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നിർദ്ദേശങ്ങൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റിടങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന് വ്യക്തമായൊരു നിർദ്ദേശം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന അനൗദ്യോഗിക വിവരം. എന്തായാലും കൊല്ലം ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് KL01BT 4600 എന്ന് പറയുന്ന SIT സംഘത്തിന്റെ വാഹനം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടി തന്നെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തി ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ ചുരുങ്ങിയ മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തെയും കൊണ്ട് PS പ്രശാന്തിനെയും കൊണ്ട് ഈ SIT സംഘം വാഹനത്തിൽ കയറുന്നു. അതിനുശേഷം പല റൂറൽ മേഖലകളിലടക്കം സഞ്ചരിച്ച ശേഷമാണ് നിലവിൽ ഏതാണ്ട് 20 മിനിറ്റോളം റൂറൽ മേഖലകളിൽ തന്നെ ഏണിക്കര ഭാഗത്തേക്ക് അടക്കം നിലവിൽ ഈ വാഹനം സഞ്ചരിച്ചതിന് ശേഷമാണ് MC റോഡിലേക്ക് കയറിയതും. MC റോഡ് കയറിയ ശേഷം നിലവിൽ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ വാഹനം കൊല്ലം ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. ഏനാത്തും പിന്നിട്ട് ഇപ്പോൾ വാഹനം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഏനാത്ത് പാലവും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നമുക്കിപ്പോൾ ഏകദേശം ഊഹിക്കാം MC റോഡ് കഴിഞ്ഞാൽ പ്രധാനമായി ഇനിയുള്ളത് കൊല്ലം വിജിലൻസ് കോടതിയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം PS പ്രശാന്തിനെ എത്തിക്കാനുള്ള നീക്കം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റിമാൻഡ് നടപടികൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം നിലവിൽ റിമാൻഡ് ചെയ്യാനുള്ള നടപടികളായിരിക്കും എന്തായാലും ഉണ്ടാകുക. എന്തായാലും അന്വേഷണ സംഘം വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ ഒരു നീക്കം രാവിലെയോടുകൂടി തന്നെ നടന്നിരിക്കുന്നത്. രാവിലെയോടുകൂടി PS പ്രശാന്തിന്റെ FB പോസ്റ്റ് വരുന്നു. അതിന് മിനിറ്റുകൾക്കകം തന്നെ അന്വേഷണ സംഘം SIT സംഘം വീട്ടിലെത്തിയ ശേഷം ആ സമയത്ത് PS പ്രശാന്ത് പുറത്തായിരുന്നു. പിന്നീട് മടങ്ങി വരുന്ന സമയത്താണ് PS പ്രശാന്ത് വീട്ടിലേക്ക് കയറി എന്ന് ബോധ്യപ്പെട്ട ശേഷം SIT സംഘം വീടിനുള്ളിലേക്ക് കടക്കുകയും ഈ PS പ്രശാന്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തോട് നിലവിൽ വാഹനത്തിൽ ഞങ്ങളോടൊപ്പം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം വാഹനത്തിൽ കയറി SIT സംഘത്തോടൊപ്പം വാഹനത്തിൽ കയറുകയായിരുന്നു. ആ വാഹനം ഏണിക്കരയുടെ പല ഭാഗങ്ങളിലും റൂറൽ മേഖലകളിൽ അടക്കം സഞ്ചരിച്ച ശേഷമാണ് പ്രധാനമായി MC റോഡിലേക്ക് കയറി ഇപ്പോൾ കൊല്ലം ഭാഗം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം. കൊല്ലം വിജിലൻസ് കോടതി ലക്ഷ്യമിട്ട് ആ വാഹനം നീങ്ങുകയാണ്. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാറിന് തൊട്ടുപിന്നിൽ ജനം TV സംഘം മാത്രമേ ഉള്ളൂ. ജനം TV ഈ വാർത്തയെ പിന്തുടരുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത ജനം TV ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം എത്രയെത്ര അറസ്റ്റുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു അറസ്റ്റാണ് PS പ്രശാന്തിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ശബരിമലയിൽ നടന്ന മഹാകൊള്ള, തീവെട്ടിക്കൊള്ള, ആ തീവെട്ടിക്കൊള്ളയെ കൃത്യമായി മൂടിവെക്കാൻ വേണ്ടിയാണ് 2025 PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരിക്കുന്ന കാലയളവിൽ 2019 നടന്ന തീവെട്ടിക്കൊള്ള ആരും അറിയാതിരിക്കാൻ 2025 വീണ്ടും ഗൂഢാലോചന നടത്തി ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയി എന്ന വളരെ ഞെട്ടിപ്പിക്കുന്നതായ കണ്ടെത്തൽ, ആ നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുകയാണ്.